അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച ഓരോ അവയവങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവനുള്ള ഇബാദത്താണ്. നമ്മുടെ കൈകൾ അല്ലാഹു സൃഷ്ടിച്ചതാണ്, അതിലൂടെ അല്ലാഹു ഇബാദത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കാതുകളും മറ്റു ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും അല്ലാഹു സൃഷ്ടിച്ചു. ആ അവയവങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് നമ്മുടെ കണ്ണുകൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ബലദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അവന് നാം 2 കണ്ണുകൾ ഏർപ്പാടാക്കി കൊടുത്തില്ലേ? 2 കണ്ണുകൾ മനുഷ്യർക്ക് നൽകിയില്ലേ? അല്ലാഹുവാകുന്നു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും സംവിധാനിച്ച് നൽകിയത്. പക്ഷേ നിങ്ങളിൽ വളരെ കുറച്ചുപേർ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം കണ്ണും കാതും ഹൃദയവുമെല്ലാം അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ ഇതിനെക്കുറിച്ചെല്ലാം ചോദിക്കപ്പെടും. സൂറത്തുൽ ഇസ്രായിലെ 36 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയവും ഇതെല്ലാം തന്നെ അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ ചിന്താശേഷി എന്തിനു ഉപയോഗപ്പെടുത്തി? കണ്ണുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി? കാതുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി? അപ്പോൾ കണ്ണുകൾ എന്ന് പറയുന്നത്, നമുക്ക് അള്ളാഹു നൽകിയ കാഴ്ച എന്ന് പറയുന്നത് വളരെ വലിയ മസ്ഊലിയത്താണ്, വളരെ വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.